DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. പദ്ധതി നിർത്തലാക്കില്ലെങ്കിലും അടുത്ത വിതരണത്തിന് മുൻപായി അനർഹരായി ഉൾപ്പെടുത്തിയവരെ പുറത്താക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾക്ക് നിലവിൽ വ്യക്തത വന്നിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം CPM ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ചേർന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകിയെന്നും ഇതൊന്നും പരിശോധിക്കാതെ പദ്ധതി ഇനി തുടരാനാകില്ലെന്നും നിയമസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. നടപടിക്രമം പാലിക്കാതെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സ്ത്രീകളെ പറ്റിക്കാൻ നടപ്പാക്കിയ പദ്ധതിയാണെന്നും 10 വർഷം ഭരിച്ചവർക്ക് സ്ത്രീകളോട് സ്നേഹമുണ്ടായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയപ്പോഴാണോ എന്നും ഗുണഭോക്താക്കൾ അർഹരാണോ എന്ന് കണ്ടെത്താൻ പരിശോധനയും നടന്നിട്ടില്ലെന്നും 31 ലക്ഷം പേർക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് 16 ലക്ഷമാക്കി കുറച്ചുവെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അതോടൊപ്പം ഈ സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും എന്നാൽ അതേക്കുറിച്ച് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം UDFും LDFും ഉൾപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതെന്ന് നോട്ടീസ് അവതരിപ്പിച്ച AC മൊയ്തീൻ MLAയും ആധാർ, K-സ്മാർട്ട്, റേഷൻ, സ്പാർക്ക് സർവീസ് പെൻഷൻ എന്നിവയിലെ ഡാറ്റ പരിശോധിച്ച ശേഷമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിച്ചതെന്നും ഗുണഭോക്താവിന്റെ ആധാർ വിവരങ്ങൾ നൽകുമ്പോൾ തന്നെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമാണോ എന്ന് എളുപ്പത്തിൽ അറിയുവാൻ സാധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ നിന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹതയെക്കുറിച്ച് നിലവിലെ സർക്കാരിന് വലിയ സംശയങ്ങളുണ്ടെന്നാണ് വ്യക്തമായിരിക്കുന്നത്. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട, അതായത് BPL വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ പദ്ധതി പ്രകാരം മാസം 1000 രൂപ ലഭിക്കുക. സർക്കാർ ജോലിയും മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തവരുമൊക്കെ ആയിരിക്കണമെന്നുള്ള നിബന്ധനകളുണ്ട്. എങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല സ്ത്രീകൾക്കും വലിയ ശമ്പളമുള്ള സ്വകാര്യ ജോലികൾ ഉണ്ടെന്നുള്ള ചില ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം പേർക്കും ഈ ആനുകൂല്യമുണ്ട്. ഒരു റേഷൻ കാർഡിൽ എത്ര പേർക്ക് നൽകും എന്നിങ്ങനെയുള്ള നിബന്ധനകളൊന്നും നിലവിൽ ഈ പദ്ധതിക്കില്ല. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് BPL വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സാമ്പത്തികമായി ദുർബലരായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇനി ഈ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിക്കുക എന്ന സൂചനകളാണ് വരുന്നത്. അതിന്റെ ഭാഗമായി അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കും. കേവലം 2 മാസം മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. നിലവിലെ സർക്കാർ ഈ പദ്ധതിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അർഹതാ മാനദണ്ഡങ്ങളിൽ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ആനുകൂല്യം വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വരുന്നത്. ഈ പദ്ധതി വേണ്ടെന്ന് വെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. 1-2 മാസം കൂടി ആനുകൂല്യം വിതരണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനുള്ളിൽ പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി പുനരവതരിപ്പിച്ച് തുടർന്ന് വീണ്ടും ആനുകൂല്യം വിതരണം ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.